മമ്മൂട്ടിക്ക് വീണ്ടും മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. ഷംല ഹംസയാണ് നടി. മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള പുരസ്കാരമടക്കം 10 അവാർഡുകളാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം. മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഭ്രമയുഗത്തിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് മമ്മൂട്ടി 7ാം തവണയും മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, എൻ്റെ കോ ആക്ടേഴ്സ് ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻ. ഷംല ഹംസയ്ക്ക്, സിദ്ധാർത്ഥ് ഭരതൻ, സൗബിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിലൂടെ ഷംല ഹംസ മികച്ച നടിയായി. ആദ്യ സിനിമയിൽ തന്നെയാണ് ഷംലയുടെ നേട്ടം. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്ക് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടുമെന്നുള്ളത്. കിട്ടിയത് ഭയങ്കര അത്ഭുതമാണ്, സന്തോഷം. ദർശന രാജേന്ദ്രനും ജ്യോതിർമയും മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം നേടി. മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ടൊവിനോ തോമസിനും ആസിഫ് അലിക്കും. സൗബിൻ സാഹിർ സ്വഭാവ നടനും ലിജോ മോൾ സ്വഭാവ നടിക്കുമുള്ള പുരസ്കാരവും നേടി. മഞ്ഞുമൽ ബോയ്സാണ് മികച്ച ചിത്രം. മഞ്ഞുമൽ ബോയ്സ് ഒരുക്കിയ ചിദംബരമാണ് മികച്ച സംവിധായകൻ. മികച്ച തിരക്കഥയും ചിദംബരത്തിൻ്റെത് തന്നെ. ഗാനരചയിതാവ്, ഛായാഗ്രാഹകൻ, കലാസംവിധാനം തുടങ്ങി 10 പുരസ്കാരങ്ങളാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്. പ്രേമലുവാണ് ജനപ്രിയ ചിത്രം. പാരഡൈസ് പ്രത്യേക പരാമർശവും നേടി. മികച്ച തിരക്കഥ ഉൾപ്പെടെ 7 അവാർഡുകൾ ബോഗൻവില്ല സ്വന്തമാക്കി. സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ. ARMലെ ഗാനത്തിലൂടെ KS ഹരിശങ്കറും AMAയിലെ ഗാനത്തിലൂടെ സെബാ ടോമിയും മികച്ച ഗായകരായി. ഫെമിനിച്ചി ഫാത്തിമ ഒരുക്കിയ ഫാസിൽ മുഹമ്മദാണ് മികച്ച നവാഗത സംവിധായകൻ. പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തീരുമാനിച്ചത്. മീഡിയ 1 തൃശൂർ.